ഓം ശാന്തി. ജീവിതത്തിൽ വീർപ്പുമുട്ടൽ എന്തെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കളിപ്പാട്ടക്കടയിൽ വിശപ്പടക്കാനുള്ളതായിട്ടുള്ള ഒരു പിടി ചോറിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കുഞ്ഞു ബാലകനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഒരു വേനൽക്കാല ദിവസം മീനമാസത്തിലെ സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഒരു 10 വയസ്സുള്ളതായിട്ടുള്ള കുട്ടി ഓരോ വീടിൻ്റെ വാതിൽ തോറും മുട്ടി ചോദിക്കുകയാണ്, എന്തെങ്കിലും പണിയുണ്ടോ? ഞാൻ എല്ലാ പണിയെടുക്കാൻ തയ്യാറാണ്, ഏതെങ്കിലും ഒരു പണി തരുമോ എന്ന്. ആർക്കും തന്നെ അവൻ്റെ ജോലി അന്ന് വേണ്ടായിരുന്നു. രാവിലെ മുതൽ അവൻ അലയാൻ തുടങ്ങി. വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് വല്ലാതാവുന്നുണ്ട്. അതിലപ്പുറം ആ കണ്ണുകൾ നോക്കിയാൽ നമുക്ക് തോന്നിപ്പോവും എന്തോ ദുഃഖം ആ കുട്ടിയുടെ കണ്ണിൽ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട് എന്ന്. ഒരു വീട്ടിൽ ഒരു ഉച്ചയാവാൻ നേരത്തെ അവൻ ആ വീട്ടിൽ വന്ന് വാതിൽ മുട്ടി. ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. ആ 10 വയസ്സുകാരനായിട്ടുള്ള മോനെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സഹതാപം തോന്നി. ചോദിക്കുകയാണ്, മോനെ ഇത്ര കുഞ്ഞല്ലേ നീ എന്തിനിങ്ങനെ പണിക്ക് നടക്കേണ്ട കാര്യം? നിനക്ക് എന്താ വേണ്ടത് ചോദിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ, ആഹാരം കഴിക്കാനായിരുന്നു എന്ന് കുട്ടി പറയുകയാണ്. അപ്പോൾ അതിനെന്താ, ആഹാരം ഞാൻ തരാലോ നിനക്ക്, നീ ഇങ്ങനെ പണിയുടെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഇരിക്കുമെന്ന് പറയും. അപ്പോൾ ആ കുട്ടി പറയുമോ, അത് പറ്റില്ല ചേച്ചി, പണിയെടുക്കാതെ കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് എന്ത് ജോലി വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ കുട്ടി ആലോചിച്ചിട്ട് പറയും, മോനെ വീട്ടിലിപ്പോൾ നിന്നെ ഏൽപ്പിക്കാനുള്ള പണിയൊന്നുമില്ല, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് ചോറ് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയും, ചേച്ചി ഈ എല്ലാ ചട്ടികളിലും നിറച്ച് പുല്ല് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ലോണിലൊക്കെ പുല്ലുണ്ടല്ലോ, ഞാനതൊക്കെ എടുത്തു തരട്ടെ, ഈ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുക. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തേക്ക്, അത് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അകത്തുണ്ടാവും, നിനക്ക് ചോറ് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ കുട്ടി എല്ലാ ചട്ടികളിലെയും പുല്ലൊക്കെ വലിച്ചു കളഞ്ഞു. അവരുടെ ലോണിലെ പുല്ലൊക്കെ എടുത്ത് മാറ്റി. ഒരു 2-3 മണിക്കൂർ സമയം അവൻ ആ ലോണിൽ മുഴുവൻ പണിയെടുത്തു. വിശന്നിട്ടും ചൂടുകൊണ്ടും ആ വെയിലും എല്ലാം അവനുണ്ട്. പക്ഷേ ആ ഒരു പണി കിട്ടിയതിൻ്റെ സന്തോഷം അവൻ്റെ കണ്ണുകളിൽ ആ സമയത്ത് കാണണമായിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് അവൻ വന്ന് വീണ്ടും ബെല്ലടിച്ചു, വാതിൽ മുട്ടി. ആ വാതിൽ മുട്ടിയ സമയത്ത് ആ കുട്ടി അകത്തുനിന്ന് വന്നു. ആ കുട്ടി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, നീ ഇത്ര നന്നായിട്ട് എൻ്റെ ഗാർഡനൊക്കെ നന്നാക്കി വെച്ചല്ലോ, ആ ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് മാറ്റി, എന്തൊരു നീറ്റായിപ്പോയി എൻ്റെ ഗാർഡൻ, എന്തായാലും നിനക്ക് ഞാൻ നിറച്ച ആഹാരം തരട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടി അകത്ത് പോയി. കുറച്ചല്ല, നിറച്ച ആഹാരം, നിനക്കിനി വിശക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ആഹാരം കൊണ്ടുവരികയാണ്. അതവന് കഴിച്ചാതെ ഇരില്ലായിരുന്നു, അത്രയധികം ആഹാരം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടു കൂടി ആഹാരത്തിൻ്റെ പ്ലേറ്റ് വാങ്ങിയപ്പോൾ അവൻ്റെ കണ്ണിൽ നനഞ്ഞ പോലെ തോന്നിപ്പോയി. അവൻ ചോദിക്കും, ചേച്ചി ഒരു കവറ് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, മോനെ നീ ഇവിടെ ഇരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ അത് അകത്ത് വന്നിരുന്ന് കഴിച്ചോ, ഇത്രയും വെയിലത്ത് പണിയെടുത്തതല്ലേ എന്ന് പറയും. ഇല്ല എനിക്ക് വേണ്ട, എനിക്ക് ഒരു കവർ തന്നാൽ മതി. അവൻ വാശി പിടിക്കുകയാണ്. അവരല്ല, നീ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോ, നീ കഴിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് സന്തോഷമുണ്ട്, നിനക്ക് എന്ത് വേണോ ഞാൻ വീണ്ടും തരാം, കഴിക്കുമെന്ന് കുറേ നിർബന്ധിക്കും. അപ്പോൾ ഈ കുട്ടി പിന്നെയും പറയും, അല്ല എനിക്കൊരു കവർ തന്നാൽ മതി, ഞാൻ ഇവിടെ കഴിക്കില്ല. അപ്പോൾ അവസാനം ഈ കുട്ടി പറയും, നീ ഒരു വാശിക്കാരൻ കൂടിയാണല്ലോ എന്ന് പറഞ്ഞ് അകത്തുനിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുകൊടുത്തപ്പോൾ ഈ കുട്ടി ആഹാരം മുഴുവൻ ആ കവറിലേക്ക് ആക്കുക. ചോദിക്കുന്നത്, എന്താ നീ ചെയ്യുന്നത്, നിനക്കെന്നാൽ അപ്പുറത്തേക്കും ഇരുന്ന് കഴിച്ചു കൊടുത്ത്, എന്തിനാ ഈ പ്ലാസ്റ്റിക് കവറിലേക്കൊക്കെ ആക്കണമെന്ന് പറയുക. അപ്പോൾ ചേച്ചി, എൻ്റെ അമ്മ സുഖമില്ലാണ്ട് അവിടെ കിടക്കുന്നുണ്ട്, അമ്മയ്ക്ക് രാവിലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഞാൻ അമ്മയ്ക്കുള്ളതായിട്ടുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു, പക്ഷേ അമ്മയ്ക്കുള്ള ആഹാരം വാങ്ങിക്കാനുള്ള പൈസ തികയില്ലായിരുന്നു, അതുകൊണ്ട് ആഹാരം കൊടുക്കാതെ മരുന്ന് കൊടുക്കാനാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പണി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു വന്നത്, അതുകൊണ്ട് താങ്ക്സ് ചേച്ചി എന്ന് പറയല്ല. ആ കുട്ടിക്കൊന്ന് മിണ്ടാനുള്ള സമയം പോലും കിട്ടും മുന്നേ ആ കവറും കൊണ്ട് അവൻ ദൂരേക്ക് മറയുന്ന അവനെ നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണെന്നറിയാതെ 2 തുള്ളി കണ്ണുനീര് താഴത്തേക്ക് ഒഴുകിപ്പോയി. വാസ്തവത്തിൽ ഇതുപോലെ എത്ര കുട്ടികൾ ഷോപ്പിൽ പാത്രം കഴുകാൻ, അടിച്ചു വാരാൻ, തുടയ്ക്കാൻ, സാധനം കൊടുക്കാൻ, ഹോട്ടലുകളിൽ എന്തൊക്കെ നമുക്ക് കാണാം. നമ്മളാലാവുന്ന ഒരു സഹായം, അങ്ങനെ ഒരു കുട്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വാസ്തവികത മനസ്സിലാക്കാനും എന്തെങ്കിലും ഒരു ആശ്രയം നൽകാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരിക്കലും മടി കാണിക്കരുത്. അത്തരം കൊച്ചു സഹായങ്ങൾ വലിയ അനുഗ്രഹങ്ങളായി നമ്മളെ തേടി വരും. അതുകൊണ്ട് നിങ്ങളുടെ കൈ, സഹായഹസ്തം ഈ ഭൂമിയിലെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നീളാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.